എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റി എന്ത് ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ഓർക്കുക, ഇതൊരു ടൈംലെസ് ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഇത്. റെസനേറ്റ് ആവുന്നവര് അതുപോലെ എടുക്കുക, റെസനേറ്റ് ആവാത്തവര് ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് കാണുക. നിങ്ങൾക്കൊരു നോളജിനോ ഗൈഡൻസിനോ ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഈ നിമിഷം അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഈ നിമിഷം അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? ഈസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ തിങ്കിങ് അബൌട്ട് ദം റൈറ്റ് നൗ? ഇഫ് ദേ ആർ തിങ്കിങ് അബൌട്ട് മൈ വ്യൂവേഴ്സ്, വാട്ട് ആർ ദേ തിങ്കിങ്? പ്ലീസ് ഗൈഡ്. Please guide. What are the thoughts of my viewers person about them right now? Page of Swords വീണിട്ടുണ്ടായിരുന്നു. Page of Wands. Okay. 8 of Pentacles. രാവിലെ നേരമാണല്ലോ. Empress. 6 of Swords. 5 of Wands. The Hermit. 4 of Cups. Oh, bottom of the deck, King of Cups. നല്ല കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡേ ഡ്രീമിങ് എനർജിയിലാണ്. എംപ്രസിന്റെ കാർഡ് കണ്ടോ? ഇത് നിങ്ങളാണ്. ഡേ ഡ്രീമിങ് എനർജി. ഓക്കെ, നിങ്ങളെ പറ്റി തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളോട് പറയേണ്ടതും നിങ്ങളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് അതൊക്കെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ, നേരത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്കും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഈ നിമിഷം അവര് നിങ്ങളുടെ വാട്സാപ്പിന്റെ DP അപ്ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കാണണം, അതിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓർമ്മ ആണ്, ക്ലൗഡി മൈൻഡഡ് ആണ്, ഡേ ഡ്രീമിങ് എനർജി ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, അതേപോലെ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം. അതേപോലെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതായത് ഒരു ഓൺലൈൻ മെസ്സേജ് വല്ലതും നിങ്ങൾക്ക് അയക്കണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മെസ്സേജ് വന്നില്ലല്ലോ എന്നും അവർ ആലോചിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അറ്റ് പ്രസന്റ് ജോലിയിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി സ്ഥലത്താണ്. ജോലി ചെയ്യേ തന്നെയാണ് ഈ തോട്ട്സ് ഇവരുടെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന. ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഓർമ്മകളാണ് ഇവിടെ അവരെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ബാക്ക് ഓഫ് ദി മൈൻഡ് അത് എപ്പോഴും ഉണ്ട്. ഓക്കെ, എംപ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എംപ്രസിന്റെ കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ എല്ലാ റീഡിങ്ങിലും തന്നെ വരുന്നുണ്ട്. അവരെ നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സൗന്ദര്യമായാലും നിങ്ങളുടെ പെരുമാറ്റ രീതി ആയാലും, നിങ്ങൾ ഇരിക്കുന്ന എംപ്രസ് ഇരിക്കുന്നൊക്കെ കണ്ടില്ല, എന്ത് രസമായിട്ടാണ്. ലൈക്ക് നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങളുടെ സംസാര രീതി, നിങ്ങൾ അവർക്കും കൊടുക്കുന്ന കെയർ, നർച്ചറിങ്, നിങ്ങളുടെ സ്വീറ്റ് ആയിട്ടുള്ള സംസാരം. ഓക്കെ, ഇതൊക്കെ അതായത് നിങ്ങളൊരു എല്ലാവരോടും വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടെയും
ആണ്. അത് ഇന്ന ആരെന്നൊന്നുമില്ല, എല്ലാവരോടും വളരെ ഭവ്യതയോടെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന പെരുമാറുന്ന ഒരാളാണ്. എല്ലാവർക്കും നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. ആ ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്, കേട്ടോ. ദേ ആർ ഹൈലി അട്രാക്റ്റഡ് ടു യു. നിങ്ങളുടെ തോട്ട്സ് അവർക്ക് മനസ്സിന്ന് മാറാത്ത ഒരു അവസ്ഥയാണ്. ഒരു യാത്രയെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയോ അവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു യാത്ര, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ഒരു യാത്ര ഉണ്ട് അവർക്ക്. അത് ഒന്നുകിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കണം ഒരു യാത്ര എന്നുള്ളതിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. ദേ ഹാവ് സം ട്രാവൽ ടു ഡു, കേട്ടോ. അതേപോലെ ഒരു കൺഫ്യൂഷന്റെ എനർജിയും അവിടെ കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിനെ പറ്റി അവർ കൺഫ്യൂസ്ഡ് ആണ്. അതിനെ പറ്റിയിട്ടും ഇങ്ങനെ ഓർക്കുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് കൺഫ്യൂഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിൽ അവർ ആരുടെ അടുത്തോ ഒന്ന് വഴക്കിട്ടു, അതും ആയിരിക്കാം, കേട്ടോ. വർക്ക് പ്ലേസിലുള്ള വഴക്കാണ്, വീട്ടിൽ ഒന്നുമല്ല. വർക്ക് പ്ലേസിൽ ഇന്ന് രാവിലെ ആരോടോ ഒന്ന് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഹേർമിറ്റ് വെച്ചിട്ട് ഇവര് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് 4 ഓഫ് കപ്സും മിസ്സിങ് എനർജിയാണ്, കേട്ടോ. ഈ മിസ്സിങ് കാരണം അവർക്ക് വല്ലാത്ത സങ്കടവും തോന്നുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കൊന്നുമല്ല. ലൈക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ മാത്രം ധ്യാനിച്ച് ഇരിക്കുന്നു എന്നൊന്നും ഇതിനർത്ഥമില്ല, കേട്ടോ. അവര് അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പതിവ് പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളില് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവർ വല്ലാത്തൊരു ഒറ്റപ്പെടല് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹെർമിറ്റ് എനർജി, ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സങ്കടം ഉണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ സ്നേഹമാണ്, അല്ലെ? ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. കിങ് ഓഫ് കപ്സ് ഉള്ളില് സ്നേഹം വെച്ചിട്ട് പുറമേക്ക് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ്. അതാണ് അവിടെ പ്രശ്നം. അതായത് ആക്ഷൻ ഓറിയന്റഡ് അല്ല, ആക്ഷൻ എടുക്കുന്നില്ല, ഇരുന്ന് ചിന്തിക്കുകയാണ്. നിങ്ങളെ സ്നേഹമാണ് അങ്ങേയറ്റം, നിങ്ങളെ പറ്റി 24 മണിക്കൂറും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുകയാണ്. ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ ഉണ്ട്. എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഗൈഡൻസിലേക്ക് പോവാം. പ്ലീസ് ക്ലാരിഫൈ. പേജ് ഓഫ് സോർട്സ്, ഞാൻ സെയിം കാർഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്ലാരിഫൈ. പേജ് ഓഫ് സോർട്സ്. ഓക്കെ, 4 ഓഫ് സ്വാർഡ്സ്. ഓവർ തിങ്കിങ് ആണ്, ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചും റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങളെ പറ്റിയുള്ള തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കാപ്സ്. സ്നേഹം നിറഞ്ഞ് കവിഞ്ഞിട്ട് നിങ്ങളെ പറ്റി ചിന്ത നിർത്താൻ സാധിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പറ്റിയുള്ള ചിന്ത തന്നെയാണ്. ഡേ ഡ്രീമിംഗ് ആണ്. നിങ്ങളെ കാണണം, സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ കാണാൻ എന്തെങ്കിലും പ്ലാൻ കാണുമായിരിക്കും. അതിനെങ്ങനെ റിഹേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. പേജ് ഓഫ് വാൻഡ്സ്. ഓക്കെ, 9 ഓഫ് പെന്റക്കിൾസ് ആൻഡ് ജഡ്ജ്മെന്റ്, കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നല്ലോണം തന്നെ ഉണ്ട്. നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോ അറ്റ് പ്രസന്റ് എന്റെ കയ്യിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് 2 ഓഫ് കപ്സ് ആണ്. അതായത് ഒരു റീയൂണിയൻ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ, അധികം താമസിയാതെ, കേട്ടോ. അപ്പൊ ഇവര് ആലോചിക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായി കണ്ട സമയത്ത് നിങ്ങളുടെ എന്താ പറയാ പേഴ്സണാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നിരിക്കണം. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കാം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിലായിരിക്കാം, വേറെ എന്തെങ്കിലും രീതിയിൽ, അതായത് ഇവര് പെട്ടെന്ന് അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു സെൽഫ് ലവിലും സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിങ്ങൾ ഒരു ജോലി സമ്പാദിച്ചിരിക്കാം. അതിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ അത്രയും സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട്
ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ ആവും എന്നുള്ളത് അവര് ചിന്തിച്ചിരുന്നില്ല. ആ ഒരു ചേഞ്ച് അവരെ അത്ഭുതപ്പെടുത്തുന്നു. ഓക്കെ. അത് അതുമല്ല, അവർക്ക് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കാനേ പറ്റുന്നില്ല. അതുപോലെ നിങ്ങൾ ഒരു പക്ഷേ അമ്പലത്തിലോ അങ്ങനെയൊക്കെ ഒരു പ്രയർ ഗ്രൂപ്പിലോ ഒക്കെ വെച്ച് സ്ഥിരം കാണാറുണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇവര് നിങ്ങളുടെ ചേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ പതിവായിട്ട് ഒരു സ്ഥലത്ത് കാണാറുണ്ട്. പതിവായിട്ടെന്ന് വെച്ചാൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിങ്ങൾ കാണാറുണ്ട്. എന്നും കാണുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഓരോ സിറ്റുവേഷൻസിൽ നിങ്ങൾ തമ്മിൽ കാണാറുണ്ട്. നിങ്ങളുടെ ചേഞ്ചസ് ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. ആ ചേഞ്ചസ് അവർ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ദേ ആർ അട്രാക്റ്റഡ് ടു യു. ബേസിക്കലി അതാണ് അവർക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നത്. അട്രാക്ഷൻ നല്ല സ്നേഹം എന്ന് തന്നെയാണ് അവിടെ പറയേണ്ടത്. നിങ്ങളുടെ ചേഞ്ചിലുള്ള ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങൾ എത്ര എലിജിബിൾ ആണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതില് ഇവർക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ട്. ആ അപ്രീസിയേഷൻ ഒരു സ്നേഹമായിട്ട് ക്ലാരിഫൈ. 8 ഓഫ് പെന്റിക്കിൾസ്. ജോലി സ്ഥലത്താണ്, ജോലിയിലാണ് ഇപ്പോ. ഇത് കാണുന്ന നിമിഷം ഒരു ജോലിയിലായിരിക്കും. ക്വീൻ ഓഫ് വാൻസ് ആൻഡ് 6 ഓഫ് വാൻസ്. കണ്ടോ, നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളുടെ ചിന്ത തിരിച്ചും 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 വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര കേപ്പബിൾ ആണ്. ഒരു പക്ഷെ നിങ്ങൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ തമ്മിൽ, അവരുടെയോ നിങ്ങളുടെയോ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കാണുന്ന സമയത്ത് ഇവര് വിചാരിക്കാറുണ്ട് നിങ്ങൾ എത്ര എലിജിബിൾ ആയിട്ടുള്ള. എംപ്രസിന്റെ തന്നെ സിമിലർ എനർജി തന്നെയാണ് ക്വീൻ ഓഫ് വാൻസിന്. നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അത്യാവശ്യ സമ്പാദ്യമൊക്കെ ഉള്ള ഒരാളാണ്. അവര് നിങ്ങളുടെ സൗന്ദര്യമായാലും, നിങ്ങളുടെ പെരുമാറ്റ രീതി ആയാലും, ക്യാരക്ടർ ആയാലും, നിങ്ങളുടെ ധൈര്യം ആയാലും എല്ലാം അവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്രീസിയേഷൻ സ്നേഹമായി മാറുന്നു. അതില് ഒരു വിക്ടറി തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു വിക്ടറിയിൽ എത്തിക്കണം. നിങ്ങളുടെ ബന്ധം ഒരു വിക്ടറിയിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഇവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം. ഒരു റീയൂണിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പ്രപ്പോസൽ ഒക്കെ ചിലർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇവിടെ ആസ് ഇറ്റ് ഈസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഈ സമയം വരെയും കണ്ടിട്ടില്ല. ഓക്കെ. എംപ്രസിന്റെ കാർഡും കൂടെ നോക്കിയിട്ട് ഞാൻ സോഡിയാക് സൈൻസ് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ക്ലാരിഫൈ എംപ്രസ്. ക്ലാരിഫൈ എംപ്രസ്. മജീഷ്യൻ. മജീഷ്യൻ വിത്ത് ദ മൂൺ. മജീഷ്യൻ പറയുമ്പോൾ എന്താണ്? നിങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു എംപ്രസ് എനർജിയിലാണ്. അവർക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേസമയം ഒരു ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരാൾ ഇവരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റിയും അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർക്ക് ചിന്ത നിർത്താനേ പറ്റുന്നില്ല. നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ തോട്ട്സ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളും ഇതേപോലെ അവര് ചിന്തിക്കുന്നുണ്ട്, അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഇവരെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോ സോഡിയാക്സ് പറഞ്ഞിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ, അല്ലെങ്കിൽ അത് വിട്ടുപോകും പിന്നീട്. മേജർ അർക്കാനാസ് എന്തൊക്കെ ഉണ്ടായിരുന്നേ? എംപ്രസ് ഉണ്ടായിരുന്നു, മജീഷ്യൻ ഉണ്ടായിരുന്നു, അത് ഹെർമിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. എംപ്രസ് വെച്ചിട്ട് ടോറസ് ആണ് ഋഷഭരാശി. വേറെ ഏതാ ഞാൻ പറഞ്ഞ? മജീഷ്യൻ അല്ലെ. മജീഷ്യനും ടോറസ് തന്നെയാണ്. അപ്പോ ടോറസുകാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും തന്നെ ടോറസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ടോറസ് ആയിരിക്കാം. കൂടുതൽ മെജോറിറ്റി ആൾക്കാർ ഇന്ന് ടോറസ് ആണ്. ഓക്കെ. ഹെർമിറ്റ് ആര്? വിർഗോ കന്യാരാശി, കന്നിരാശി എന്ന് പറയില്ലേ.
അതാ അതും ഒരു സാമാന്യം നമ്പേഴ്സിലുണ്ട്. കപ്സിന്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വേറെ ഏതാളുള്ള സ്വാട്സും ഉണ്ട്. സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനായി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പിന്നെ ഏതാള് വോൺസ് ഉണ്ട്. വോൺസ് ഉണ്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പിന്നെ ജഡ്ജ്മെന്റിന്റെ കാർഡ് ഉണ്ടായിരുന്നല്ലോ അല്ലെ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് ലിബ്രയാണേ. തുലാരാശിക്കാരും കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരിക്കും. പെന്റക്കിൾസ് ആരും ഉണ്ട്, പക്ഷെ നമ്പേഴ്സിൽ വളരെ കുറവായിരിക്കും കേട്ടോ. ഇതിനകത്ത് കപ്സിന്റെ എനർജിയും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പെന്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. പക്ഷെ ടോറസ് മെജോറിറ്റി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് രണ്ട് രാശിയും കുറച്ച് വിർഗോയും നമുക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറവെന്ന് പറയാൻ പറ്റില്ല. പെന്റക്കിൾസിന്റെ രാശിക്കാർ സമാനമുണ്ട് ഇതില് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ സ്കാറ്റേർഡ് ആയിട്ടാണ് എനർജി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലാരിഫൈ. സിക്സ് ഓഫ് സ്വർഡ്സ് പ്ലീസ്. ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഡെവിൾ കാർഡാണ് കേട്ടോ. ഡെവിൾ കാർഡാണ്, ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഓക്കെ, ഒരു പക്ഷെ ഉടനെ തന്നെ ഒരു ചെറിയ ട്രിപ്പ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. നിങ്ങളെ പറ്റി ഒബ്സെസ്ഡ് ആണ് അവര്. വെറും ചിന്തയല്ല, ഒബ്സെസീവ് ലെവൽ ഓഫ് തിങ്കിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്ന. ഈ വെയിറ്റിംഗ് പീരീഡ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ കാണുന്ന സമയം അടുത്ത് കാണും. അതുകൊണ്ട് അവർക്ക് ആ വെയിറ്റിംഗ് പീരീഡ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒബ്സസീവ് ലെവൽ ഓഫ് തിങ്കിങ് ആണ് നിങ്ങളെ പറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് അവിടെ ഒരു അഡിക്ഷൻ എന്ന് പറയില്ല. ചിലരെങ്കിലും ഈ ഒരു ഗ്യാപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു അഡിക്ഷനിലൊക്കെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെയൊക്കെ. ഇതിന് ഒബ്സസീവ് തോട്ട്സും ഒരു അഡിക്ഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എനിക്കിവിടെ തോട്ട്സ് ആയിട്ടാണ് കാണാൻ. ഇവിടെ ഒരാൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ടോ? എനിക്ക് ആ കാർഡ് ഇങ്ങനെ കാണിക്കാനേ പറ്റൂ. ഓക്കെ, ഇതിൽ ചിന്തിച്ച് നിൽക്കുന്നതുണ്ടോ? കാരണം വെയിറ്റിംഗ് എനർജിയാണ്, ചിന്തകളാണ്. അവർക്ക് നിങ്ങളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു ഒബ്സഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ക്ലാരിഫൈ. ഫൈവ് ഓഫ് വോൺസ്. ക്ലാരിഫൈ. ഫൈവ് ഓഫ് വോൺസ്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിലരുടെയെങ്കിലും പേഴ്സണൽ ലൈഫിൽ കോടതി സംബന്ധമായ, കോർട്ട് സംബന്ധമായ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും അവിടെ കൺഫ്യൂഷൻ. അതായത് അവര് ഒരു പക്ഷേ മാരീഡ് ആണെങ്കിൽ, ഓൾറെഡി ഒരു മാരീഡ് പേഴ്സൺ ആണെങ്കിൽ, ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെ എന്തെങ്കിലും കോടതി റിലേറ്റഡ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അത് ഫൈനലൈസ് ആയിട്ടില്ല. അതിന്റെ ഒരു കൺഫ്യൂഷൻ ആണ് അവിടെ. അതൊരു ബ്ലോക്കേജ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നതിൽ നിന്ന് തടയുന്നത് ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കണം. ഓക്കെ, അവിടെ ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് കാണുന്നത്. വെയിറ്റിംഗ് ആണ്. അത് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് അതിന് വരുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആണ് ഈ സമയം. കാരണം നിങ്ങളെ കാണണം എന്നൊക്കെ ചിന്തയുണ്ട്, പക്ഷെ വരാൻ സാധിക്കുന്നില്ല. ഒരു ബ്ലോക്കേജ് കാരണം. ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു കോടതി. ഓക്കെ, ക്ലാരിഫൈ. ഹെർമിറ്റ്. Ace of Wands and Two of Swords. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് തരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതിന്റെ സങ്കടമാണ് അവർ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്രോസ് റോഡ് സിറ്റുവേഷൻ, കൺഫ്യൂഷൻ മുഴുവനായിട്ട് ക്ലിയർ ആയിട്ടില്ല. അത് ക്ലിയർ ആയതിനു ശേഷമേ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിന് അവർക്ക് സാധിക്കുകയുള്ളൂ. ആ തടസ്സത്തിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വളരെ തീവ്രമായിട്ട് തന്നെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ സങ്കടമാണ് ഹെർമിറ്റ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഫോർ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ ഒരുപാട് 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 മിസ് ചെയ്യുന്നുണ്ട്. ഒരു വേറൊരാൾ വരെ വന്ന് പ്രൊപ്പോസ് ചെയ്താൽ പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സല്ല ഇപ്പോ. ക്ലാരിഫൈ. Four of Cups. Please clarify. Four of Cups. Why is Four of Cups here? Communication. King of Wands. Eight of Wands and King of Wands. പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട്, എത്ര അട്രാക്റ്റഡ് ആണ് അവര് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണം. അത് എങ്ങനെയെങ്കിലും പറയണം എന്നുള്ള ചിന്തയാണ്
അവരെ ഈ സമയം ഇങ്ങനെ അതിനെപ്പറ്റി ഓർത്തിട്ട് അവർക്ക് വല്ലാത്ത സങ്കടവും തോന്നുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം, ഇവിടെ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് അല്ലെ. കിങ് ഓഫ് വോൺസ് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പില് സ്നേഹത്തോടൊപ്പം ഫിസിക്കൽ അട്രാക്ഷനും കാണുമല്ലോ നോർമൽ. അതുപോലെ കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരേ റീഡിങ്ങിൽ ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലുള്ള ബന്ധവും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ എനർജിയും കൂടി വന്നത്. നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും കാരണമായിട്ട്, ഇത് പലരുടെയും എനർജി ആണല്ലോ, ഒറ്റ ഒരാളുടെ എനർജി അല്ലല്ലോ. അവിടെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് വല്ല ഈ പറഞ്ഞ പോലെ കോർട്ട് കേസോ കോടതി നടപടികളോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, അതിന്റെ മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നവര് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സ്നേഹമാണ് കേട്ടോ. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം. ഈ കോർട്ട് കേസൊക്കെ മാറ്റി വെച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് അവര് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സ്ത്രീ ആവാം, പുരുഷനാവാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ് ക്ലാരിഫൈ. കിങ് ഓഫ് കപ്സ്. ഹാപ്പി ഫാമിലി കണ്ടോ, 10 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് swords. രണ്ട് സിനാറിയോ ആണ്. ഒന്നുകിൽ നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു, ഇവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു, നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങൾ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു. നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ പെയിൻ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സിനാറിയോ, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റ്, നിങ്ങൾ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്, അവര് മാരീഡ് ആണ്. ഓക്കെ, അവർക്കൊരു സ്പൗസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെയും അവര് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഫാമിലിക്കാണ്. ഫാമിലി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയാണ് അവിടെ. അവിടെയും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക്. രണ്ട് സിറ്റുവേഷൻ ആണ്, മനസ്സിലായല്ലോ. ഒന്ന്, നിങ്ങളാണ് ഫാമിലി, അവിടെ ഒരു തേർഡ് പാർട്ടി വന്നു, ആ തേർഡ് പാർട്ടി മൂലം ഫാമിലിക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് വന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, അവര് മാരീഡ് ആണ്, അവിടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വന്നു. ഇത് രണ്ടും ആവാം, തിരിച്ചും ആവാം, വൈസ് വേഴ്സയും എടുത്തോളണം. എല്ലാ കേസിലും വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം കേട്ടോ. വൈസ് വേഴ്സ പറഞ്ഞാൽ തിരിച്ചും നിങ്ങളിൽ നിന്ന് അങ്ങോട്ടുമായിരിക്കാം എന്നും നിങ്ങൾ എടുത്തോളണം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് ഇത്രയും നിങ്ങളെ ചിന്തിക്കുന്ന സ്ഥിതിക്ക് നമുക്കിന്ന് കുറച്ച് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എടുത്തു നോക്കാം അല്ലെ. താങ്ക് യു യൂണിവേഴ്സ്. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചാനലായിട്ട് വരും, നമുക്ക് അത് എടുത്തു നോക്കാം. ഡിവൈൻ പ്ലീസ് ഗിവ് us ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഫ്രം ദ പേഴ്സൺ. അടിയിൽ നിന്ന് കുറച്ചെടുക്കാം. തുടങ്ങാം. യു ആർ ദ വൺ ഫോർ മീ. അവർക്ക് നിങ്ങളെ മാത്രം മതി എന്നാണ് പറയുന്നത്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ്, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റോ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്, ആയിരിക്കാനും സാധ്യതയുണ്ട്. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ മറക്കാൻ അവർക്ക് സാധിക്കില്ല. യു ഹാവ് ചേഞ്ച്ഡ്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സർപ്രൈസ്, ചിലർക്കെങ്കിലും എന്തോ ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാതെ നിങ്ങളെ കാണാനൊക്കെ വന്നെന്നൊക്കെ വരും. തേർഡ് പാർട്ടി നോസ്, ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, തേർഡ് പാർട്ടിക്ക് വിവരം അറിയാമെന്നാണ് ഇവർ പറയുന്നത്. നമ്പേഴ്സ് 3, 21, 12, 30. ഈ നമ്പേഴ്സിന് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കാം. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നമ്പേഴ്സ് 4, 22, 13, 31. ഈ നമ്പേഴ്സും ആയിട്ടും നിങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. യു ആർ സോ പെർഫെക്റ്റ്, നിങ്ങളെ പ്രതി അവര് കംപ്ലീറ്റ്ലി ഒബ്സസ്ഡ് ആണ്. റീയൂണിയൻ, ഞാൻ പറഞ്ഞില്ലേ,
റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തമ്മിൽ ഉടനെ കാണാൻ സാധ്യതയുണ്ട്, അടുത്ത് തന്നെ. ഐ എം നെവർ ഗിവിങ് അപ്പോൺ യു, നിങ്ങളെ അവർ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി, അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തേർഡ് പാർട്ടി ഉണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, ഇതും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റീസ് മൂലം അവർ കുറച്ച് സ്റ്റക്കാണ് ഇപ്പോൾ. കമ്മിറ്റ്മെന്റ്, ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെന്റുമായിട്ട് ഒരു വരേണ്ട റീയൂണിയൻ ടൈമിൽ മേ ബി യു വിൽ റിസീവ് എ കമ്മിറ്റ്മെന്റ്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, ഡെവിൾസ് എനർജി, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പറ്റിയുള്ള ചിന്ത അവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ, നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ. ഓക്കെ, ഉടനെ തന്നെ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ബൈ.